നമ്മുടെ തൊട്ടടുത്ത് നടന്ന ഒരു ക്രൂരതയുടെ വാർത്തയിലേക്കാണ്. മയക്കുമരുന്ന് നൽകി 41-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. 10 പേർ അറസ്റ്റിൽ. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ബസവപട്ടണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജൂൺ 3-ാം തീയതിയാണ് ഈ 10 പേർ ചേർന്ന് ഒരു യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ മദ്യം കലർത്തി നൽകി ബോധം കെടുത്തുന്ന തരത്തിൽ മദ്യം നൽകിയ ശേഷമാണ് ആ പ്രതികൾ ഇങ്ങനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ അവർ മൊബൈൽ ഫോണിൽ പകർത്തി. എന്നിട്ട് ആ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ 10 പേരെയാണ് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ ചന്നഗിരി താലൂക്കിലെ യലോദഹള്ളി ആ പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ സ്ത്രീ 41-കാരിയാണ്. അവൾ ഭർത്താവുമായി പിണങ്ങി വീട് വിട്ട് ഇറങ്ങിയ സമയമാണ് ആ വീട്ടമ്മ. അങ്ങനെ ദാവനഗരയിൽ വെച്ച് അവർ ആകെ സങ്കടപ്പെട്ട് വിഷമത്തിൽ കരഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ഇവരെ ആശ്വസിപ്പിക്കാൻ എന്നുള്ള വ്യാജേന ആ പ്രതികളിൽ 2 പേർ അവരുടെ അടുത്തേക്ക് എത്തുന്നത്. സ്വന്തം വീട്ടിലേക്ക് എത്തിക്കാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തു ആ പ്രതികൾ. ആ വാഗ്ദാനത്തിന് പിന്നാലെ ഇവരെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റി അവർ കുടിക്കാൻ വേണ്ടി ശീതളപാനീയം നൽകിയത്. എന്നാൽ ഇതിൽ ലഹരി കലർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആ യുവതി, 41-കാരിയായിട്ടുള്ള വീട്ടമ്മ പോലീസിനോട് പറയുന്നത്. ഈ പാനീയം ഇവർ നൽകിയ ആ സോഫ്റ്റ് ഡ്രിങ്ക് കഴിച്ചതും ആ സ്ത്രീ ബോധരഹിതയായത്രേ. പിന്നാലെ ഈ പ്രതികൾ യുവതിയെ അവിടെ യലോദഹള്ളിയിലെ വിജനമായിട്ടുള്ള ഒരു പ്രദേശം ആ സ്ഥലത്തെത്തിക്കുന്നു, പീഡിപ്പിക്കുകയാണ് അവർ 2 പേർ. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് ഈ പ്രതികൾ അവരുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ആ വിജനമായിട്ടുള്ള പ്രദേശത്തേക്ക് ഈ കൂട്ടുകാരെയും കൊണ്ടുവന്നു. അങ്ങനെ ആ പിന്നാലെ എത്തിയ മറ്റുള്ള അവരുടെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് കൂട്ടബലാത്സംഗമാണ്. ആ യുവതിയെ മാറി മാറി ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പോലീസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ഈ കൊടിയ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ആ പ്രതികൾ അവർ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. അതിനുശേഷം ആ ദൃശ്യങ്ങൾ അവർ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് സംഭവം പുറത്തറിയുന്നത്. ಮಹಿಳೆಗೆ ನೊಂದ ಮಹಿಳೆಯವರಿಗೆ ಗಂಡ ಮತ್ತು ಹೆಂಡತಿ ದಿನ ಕುಡ್ಕೊಂಡು ಬರ್ತಾ ಇರ್ತಾನೆ. ಕುಡ್ಕೊಂಡು ಬಂದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಸಂಸಾರ ಸಾಗಿಸಲು ಕಷ್ಟ ಆಗುತ್ತೆ ಅಂತ ಬಿಟ್ಟೇಳಿ ಸ್ವಲ್ಪ ಗಲಾಟೆ ಆಗುತ್ತೆ. ಮನನೊಂದಿರ್ತಕ್ಕಂಥ ನೊಂದ ಮಹಿಳೆ ಅಲ್ಲಿಂದ ಹತ್ತಿರದಲ್ಲಿರ್ತಕ್ಕಂಥ ತನ್ನ ತವರೂರಿಗೆ ಹೋಗ್ಬೇಕಂತ ಬಿಟ್ಟೇಳಿ ನಡ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಅಲ್ಲಿ ಅವರ ಊರ ಹತ್ತಿರ ಒಂದು ಅಂಗಡಿಯಲ್ಲಿ ನಿಂತಿರಬೇಕಾದ್ರೆ ಏನೋ ಆರೋಪಿತರಲ್ಲೊಬ್ಬರಾಗಿರ್ತಕ್ಕಂಥ ಬಾಲಕ ಅವರನ್ನು ತನ್ನ ಒಂದು ಬೈಕ್ನಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗೋದ್ರ ಜೊತೆಗೆ ಅವ್ರಿಗೆ ಕುಡಿಯೋಕ್ಕೆ ಕೂಲ್ ಡ್ರಿಂಕ್ಸ್ ಕೊಟ್ಟರಂತೆ. ಆ ಕೂಲ್ ಡ್ರಿಂಕ್ಸ್ ಕುಡಿದ ತಕ್ಷಣ ಅವ್ರಿಗೆ ಮತ್ತೆ ಬಂದು ಅವರು ತದನಂತರ ಬೈಕ್ನಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿ ಈ ಥರ ಲೈಂಗಿಕ ದೌರ್ಜನ್ಯವೆಸಗಿದ ಬಗ್ಗೆ ಅವರು ಈ ಒಂದು ಪ್ರಕರಣದಲ್ಲಿ ತಮ್ಮ ಒಂದು ಕಂಪ್ಲೇಂಟಲ್ಲಿ ಹೇಳಿದ್ದಾರೆ. ಅದರ ಜೊತೆಗೆ ಈ ಒಂದು ವಿಚಾರಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಅವರ ಒಂದು ಫೋಟೋ ಕೂಡ ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ನಿನ್ನೆ 8ನೇ ತಾರೀಕು ಸಾಯಂಕಾಲ ಗ್ರಾಮದಲ್ಲಿ ಭಾಳ ವ್ಯಾಪಕವಾಗಿ ಪ್ರಚಾರವಾದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಈ ಮಹಿಳೆ ನೊಂದ ಮಹಿಳೆ ಬಂದು ಈ ಪ್ರಕರಣ ದಾಖಲಿಸಿದ್ದಾರೆ. ഈ ആക്രമണം നടക്കുന്നു, ഈ കൂട്ടബലാത്സംഗം നടന്ന് ഒരു ദിവസം കഴിഞ്ഞാണ് ആ യുവതിക്ക് ബോധം വീണ്ടെടുക്കാനായത് എന്നാണ് പോലീസിനോട് അവർ പറഞ്ഞത്. പിന്നാലെ എങ്ങനെയൊക്കെയോ സഹോദരൻ്റെ വീട്ടിൽ അവരെത്തിയത്രേ. തുടർന്ന് ഈ സഹോദരനെ കൂട്ടി അവർ ബസവപട്ടണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും അബോധാവസ്ഥയിലായിരുന്ന സമയത്ത് ഈ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ പകർത്തിയെന്നും ആ സ്ത്രീ പരാതിയിൽ ആരോപിക്കുന്നു.
ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി പോലീസും ഉണർന്നു. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ പ്രതികളിലേക്ക് എത്തി ആ 10 പേരെ പോലീസ് വളരെ വേഗം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ സംഭവ സ്ഥലത്ത്, അതായത് ആ പീഡനം നടന്ന കൂട്ടബലാത്സംഗം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഈ കൂട്ടബലാത്സംഗം വലിയ തോതിൽ ചർച്ചയായി കർണാടകയിൽ. ഇതോടെ ആ പ്രദേശത്ത് ദാവനഗരയിൽ വലിയ ജനരോഷമാണ് ഉയർന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ് 100 കണക്കിന് പേരാണ്, ആ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെയാണ് ആ ബസവപട്ടണ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് തടിച്ചുകൂടിയെത്തിയത്. വലിയ പ്രതിഷേധവും ഉയർത്തിയവർ. പോലീസ് അതിവേഗം രംഗത്തിറങ്ങുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ അപ്പോഴും അവിടെ കാര്യമായിട്ടുള്ള പ്രതിഷേധ ശബ്ദമുയർന്നു എന്നുള്ളതാണ്. ഇനി ഇതിനിടയിൽ ഈ പ്രതികളിൽ ഒരാളുടെ ബന്ധുക്കൾ മറ്റൊരു ആരോപണവുമായി പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ബലം പ്രയോഗിച്ച് ആ സമയത്ത് അവിടെ പോലും ഉണ്ടായില്ലാത്ത തൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളൊരു വാദമാണ് ഒരു പ്രതികളുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ತಪ್ಪಲ್ಲ ಬೇಕಂತ ನನ್ನ ಮಗನ್ನೆಲ್ಲ ಕೇಸ್ ಹಾಕಿ ಮಾಡಿದ್ದಾರೆ ಸ್ವಾಮಿ. ನನ್ನ ಮಗ ಟ್ಯಾಕ್ರಿ ಹೊಡ್ತಿದ್ದು ರೈತರ ಕೆಲಸ. ಬೆಳಗ್ಗೆ 8 ಗಂಟೆ ನನ್ನ ಮಗ ಬಂದು ಡೀಸೆಲ್ ತಗೊಂಬಂದು ಬೆಳಗ್ಗೆ 6 ಗಂಟೆಗೆ ಹೋದನು, ರಾತ್ರಿ 8 ಗಂಟೆಗೆ ಬರೋನು ನನ್ನ ಮಗ ಸ್ವಾಮಿ. ಬೇಕಂತ ಯಾರೇ ಪಾಪಿಗಳು ಈ ಥರ ನನ್ನ ಮಗನ ಸೇರಿಸಿದ್ದಾರೆ ಹೆಸ್ರ. ಬೆಳಗ್ಗೆ ನಿನ್ನೆ ಸಂಜೆ ಕರ್ಕೊಂಬಂದಾರ ಸ್ವಾಮಿ. ಇಲ್ಲಿ 2 ಮಕ್ಕಳಿದೆ ಸ್ವಾಮಿ. 26 ವರ್ಷ. ನಾನು 2 ಗಂಡು, 1 ಹೆಣ್ಣು 1 ಗಂಡು ಸ್ವಾಮಿ. നാളെ ഭാരതീയ ന്യായ സംഹിതയിലെ കൂട്ടബലാത്സംഗം, രഹസ്യമായി ദൃശ്യങ്ങൾ പകർത്തൽ, നിയമവിരുദ്ധമായി ഒത്തുകൂടൽ, ഒപ്പം തന്നെ IT ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കർണാടകയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു, അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തിയ ഒരു വാർത്തയാണ്. അതായത് 10 പേർ ചേർന്ന് ഒരു 41 വയസ്സുകാരിക്ക് ലഹരി നൽകി മയക്കി അവളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന ഈ വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.